ചെപ്പാറ ടൂറിസം കേന്ദ്രത്തിന് സമീപം ടേക്ക് എ ബ്രേക്ക് സ്ഥാപിക്കുന്നതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി വികസനത്തെ തകർക്കാൻ ശ്രമിക്കുന്നതായി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുനിൽകുമാർ ആരോപിച്ചു. റോഡ് പുറമ്പോക്ക് ഭൂമി ഫോറസ്റ്റ് ഭൂമിയാണെന്ന് നുണപ്രചരണം നടത്തി വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് കോൺഗ്രസ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ചെപ്പാറയിൽ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ദിനംപ്രതി വളർന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ചെപ്പാറ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തേക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി.ആർ. രാധാകൃഷ്ണൻ, സബിത സതീഷ്, വി.സി. സജീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ജേക്കബ്, ശാന്ത ഉണ്ണികൃഷ്ണൻ, സിന്ധു രാജീവ്, വി.എസ്. ഷാജു, സി. സുരേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിനകത്ത് തെക്കുംകര പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചില അനാവശ്യ വിവാദങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഇന്ന് പഞ്ചായത്തിൻ്റെ അടിയന്തര കമ്മിറ്റി യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ടൂറിസം രംഗത്ത് വലിയ രീതിയിലുള്ള വളർച്ച, കേരളം ടൂറിസം മേഖലയിൽ എത്ര കണ്ട് വളരുന്നുണ്ടോ അതേ വേഗതയിൽ തന്നെയാണ് തെക്കുംകര ഗ്രാമപഞ്ചായത്തിനകത്തും ടൂറിസം മേഖലയിൽ വളർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ വാഴാനി, ആ വാഴാനി ഇപ്പോൾ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാകാൻ വേണ്ടിയിട്ടുള്ള മ്യൂസിക് ഫൗണ്ടൻ്റെ പണി ഈ വരുന്ന 18-ാം തീയതി കേരളത്തിൻ്റെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കാൻ പോവുകയാണ്, നിർമ്മാണോദ്ഘാടനം. അപ്പോൾ ഈ ചെപ്പാറ വിഷയം നമുക്കറിയാം. ചെപ്പാറ 14-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചെപ്പാറ പ്രദേശം ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെ മനോഹരമായ വിരിഞ്ഞ പാറ നിലനിൽക്കുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറെ ആകർഷിക്കാൻ കഴിയാവുന്ന, ആസ്വദിക്കാൻ കഴിയാവുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. എ സി മൊയ്തീൻ MLA ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ആദ്യമായി അവിടേക്ക് ഫണ്ട് അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇതിൻ്റെ ശ്രദ്ധ കൊണ്ടുവരികയും ചെയ്തത്. തുടർന്ന് വന്ന LDF ഗവൺമെൻറ് അതിന് ഘട്ടം ഘട്ടമായി വിവിധ ഘട്ടങ്ങളിൽ പഞ്ചായത്ത് അനുവദിച്ചു, ഗവൺമെൻറ് അനുവദിച്ചു. അപ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾ അവിടെ വരികയാണ്. അപ്പോൾ അവിടേക്ക് നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വരുന്ന ആളുകൾക്ക് ഒന്ന് ചെറിയ ഒരു ശുചിമുറി അവിടെ കൊടുക്കാൻ കഴിയാത്ത സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ചായ കുടിക്കാൻ ഒരു ചെറിയ ക്യാൻറ്റീൻ, ഇത് രണ്ടും ആരംഭിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ടൂറിസ്റ്റുകളായി വരുന്ന ആളുകൾക്കൊന്ന് ഒരു ദിവസം താമസിക്കാൻ വേണ്ടി കഴിയാവുന്ന രീതിയിലേക്കുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നഗരസഞ്ചയിക ഫണ്ടിനെ പ്രയോജനപ്പെടുത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് 1 കോടി രൂപ നഗരസഞ്ചയിക ഫണ്ട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു DPR തയ്യാറാക്കി അവിടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ ഒരു പദ്ധതി അവിടെ ആരംഭിച്ചു. ഏകദേശം റോഡ് പുറമ്പോക്ക് എന്ന് പറയുന്ന 50 സെൻറ്റ് സ്ഥലം അവിടെ റോഡ് പുറമ്പോക്കായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ നിന്നൊരു 6 സെൻറ്റ് സ്ഥലമാണ് ഈ ടേക്ക് എ ബ്രേക്ക് പണിയുന്നതിന് വേണ്ടി. ബാക്കിയെല്ലാം തന്നെ റോഡിൻ്റെ വികസനത്തിനുമായി ബന്ധപ്പെട്ട് വിശാലമായി ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ 6 സെൻറ്റ് ഭൂമിയിലാണ് ഈ ടേക്ക് എ ബ്രേക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ഈ പ്രവർത്തനം നടക്കുന്ന ആദ്യഘട്ടം മുതൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി ഇതിനെ തകർക്കാൻ, വികസനത്തെ തകർക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത്. DFOനെ ഫോറസ്റ്റിനെ പ്രയോജനപ്പെടുത്തി അനാവശ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി ഫോറസ്റ്റ് ഭൂമിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഉണ്ടായി. അവസാനം ഫോറസ്റ്റ് ഭൂമിയല്ല എന്ന് DFO ഉൾപ്പെടെ വന്ന് പരസ്യമായി സമ്മതിക്കുകയും അതിൻ്റെ ഭാഗമായി നിർത്തിവെച്ച പണി, ആ ടേക്ക് എ ബ്രേക്കിൻ്റെ നിർമ്മാണം ഒരു ഘട്ടത്തിൽ നിർത്തിവെച്ചത് വീണ്ടും ജില്ലാ കലക്ടർ ഇടപെട്ട് MLA-മാരുടെ ഇടപെടലിൻ്റെ ഭാഗമായി ജില്ലാ കലക്ടറും ഇടപെടുകയും അതിൻ്റെ ഭാഗമായി DFO ഇടപെടുകയും നിർമ്മാണം വീണ്ടും 2ാം ഘട്ടം ആരംഭിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഇപ്പോൾ വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ആ കേസ് സ്റ്റേ ആവശ്യപ്പെട്ട സ്റ്റേ കൊടുക്കാതെ കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൃത്യമായി ഇന്നും അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത്തരമൊരു ടേക്ക് എ ബ്രേക്കിൻ്റെ 2 റൂമിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ 2 റൂമിൻ്റെ നമ്പറിംഗ് ഇടുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഗ്രാമപഞ്ചായത്ത് യോഗം ചേർന്നത്. അതിൽ അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി. ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഒരു കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പ്രാപ്തിയില്ലാതായിരിക്കുകയും ചെയ്യുന്ന ആളുകളെ, ആ ചെയ്യുന്ന പ്രവർത്തനത്തെ, വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള
വലിയ രീതിയിലുള്ള പ്രവർത്തനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകം തീരുമാനിക്കുകയും അത് മനസ്സോടെ ഏറ്റെടുക്കേണ്ട ഗതികേട് ഈ തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ UDF ML മെമ്പർമാർക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും ആ ടേക്ക് ബ്രേക്കിന്റെ പണി 1 കോടി രൂപയുടെ പണി മനോഹരമായി ഈ ഭരണസമിതി, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയും തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയും ഈ കാലഘട്ടം പൂർത്തീകരിക്കുന്ന മുമ്പ് തന്നെ അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിലേക്ക് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തന ഘട്ടത്തിലാണ് ഞങ്ങൾ എന്ന് മാത്രമാണ് പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഇടതുപക്ഷം ഏത് ഘട്ടത്തിലുള്ള അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം വളരെ വിദഗ്ധമായി വിശദമായി ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി റോഡായാലും തോടായാലും വെള്ളമായാലും വെളിച്ചമായാലും ടൂറിസമായാലും വീടായാലും എല്ലാ രംഗത്തും വലിയ പ്രവർത്തനം നടത്താൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ അതിയായ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ആ പിന്തുണയുടെ ഭാഗം കൂടിയാണ് രണ്ടാം തുടർച്ചയായ ഈ ഗ്രാമപഞ്ചായത്തിന്റെ തുടർച്ചയായ ഭരണസമിതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള അനാവശ്യ വിവാദങ്ങളെയും സമരങ്ങളെയും ജനം പുച്ഛിച്ചു തള്ളും എന്ന കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല എന്ന് മാത്രമാണ് ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത്.